നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മീഡിയ വൺ വനിതാ മാധ്യമ പ്രവർത്തകയുടെ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തുവെങ്കിലും തൃശൂരിലെ വോട്ടർമാർ കേസിന് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. സുരേഷ് ഗോപി പ്രചാരണത്തിന് ഇറങ്ങുന്നിടത്തെല്ലാം ആരാധകരെ പോലെ വോട്ടർമാർ ഇളകി മറിയുകയാണ്. പ്രചാരണം ആഘോഷമാക്കി പാട്ടും നൃത്തവും പഞ്ച് ഡയലോഗുകളുമായി സുരേഷ് ഗോപി നിറഞ്ഞാടുന്നത് കണ്ട് ചില വനിതാ മാധ്യമ പ്രവർത്തകർക്ക് സഹിക്കുന്നില്ല. വനിതാ വോട്ടർമാർക്കിടയിൽ സുരേഷ് ഗോപിയാണ് താരം. അതിനിടെയാണ് വനിതാ മാധ്യമപ്രവർത്തകർ ചിലരെ കൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ സമൂഹ മാധ്യമ പോസ്റ്റുകളിട്ട് പ്രചാരം കൊടുക്കുന്നത്. ഇതിനായി വനിതാ മാധ്യമ പ്രവർത്തകർ സമീപിച്ചവരിൽ ഭൂരിഭാഗവും നോ പറഞ്ഞു. സുരേഷ് ഗോപി സഹായിച്ചവരെ സുരേഷ് ഗോപിക്കെതിരെ തിരിച്ചുവിടാനും അണിയറ നീക്കങ്ങൾ സജീവമാണ്. വനിതാ മാധ്യമ പ്രവർത്തകരുടെ കെണിയിൽ വീണവരിൽ കലാമണ്ഡലം ഗോപിയുടെ മകനുമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ചില മാധ്യമങ്ങളിൽ വരുന്നത്. ആ ഗോപിയല്ല ഈ ഗോപി എന്ന ഹാഷ്ടാഗുമായി വനിതാ മാപ്രകൾ ഈ പോസ്റ്റിന് വൻ പ്രചാരം കൊടുക്കുന്നുണ്ട്. തൃശൂരിലെ സുരേഷ് ഗോപി തരംഗത്തിന് തടയിടാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കോപ്പിയടി ടീച്ചറും ഭീകരവാദ ബന്ധത്തിന് ജയിലിലായ ജിഹാദി മാധ്യമ പ്രവർത്തകയും ഉൾപ്പെട്ട സംഘം. ബന്ധം മുതലെടുത്ത് പലതും സുരേഷ് ഗോപിക്ക് വേണ്ടി തന്റെ പിതാവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘുരാജ് ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിരുന്നു. സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞ് പ്രശസ്തനായ ഒരു ഡോക്ടർ ബന്ധപ്പെട്ടു. നിരസിച്ചപ്പോൾ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തു. കോൺഗ്രസിനും BJPക്കും വേണ്ടി ഇനി എന്റെ വീട്ടിൽ കയറേണ്ട എന്ന് വിളിച്ചു എന്ന് പറയുന്ന ഡോക്ടറുടെ പേര് പോലും പറയാതെ രഘുരാജ് എഴുതിയ കുറിപ്പിലുണ്ടായിരുന്നു. ഇത് ബോധപൂർവം ഉണ്ടാക്കിയ ഫേസ്ബുക്ക് പോസ്റ്റും പ്രതികരണവുമാണ്. അല്ലെങ്കിൽ കേരളം ബഹുമാനിക്കുന്ന പ്രതിഭയായ കലാമണ്ഡലം ഗോപിയാശൻ ആക്ഷേപിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഗോപിയാശൻ അനുഗ്രഹിക്കാത്തത് കൊണ്ട് സുരേഷ് ഗോപി തോൽക്കില്ല. അനുഗ്രഹം പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒന്നല്ല, മനസ്സോടെ നൽകുന്നതാണ്. അതിനെ ഫലമുണ്ടാവും. അനുഗ്രഹം ചോദിച്ച ആളിനെ പുറന്തള്ളുന്ന ആളാണ് കഥകളി ആചാര്യൻ എന്ന് വരുന്നത് അദ്ദേഹത്തിനാണ് കുറവ് എന്നത് മകന് മനസ്സിലായി കാണില്ല. കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടുതൽ പ്രതികരണവുമായി തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്ത് വന്നു. പാർട്ടി ജില്ലാ അധ്യക്ഷനാണ് പ്രമുഖരുടെ പട്ടിക തയ്യാറാക്കുന്നതെന്നും ഒരാളെ ഗോപി ആശാനെ കാണുന്നതിനായി ചുമതല ഏൽപ്പിച്ചിട്ടില്ലെന്നും ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത് BJP ജില്ലാ അധ്യക്ഷൻ അനീഷിനെയാണ്. ഗോപി ആശാനെ ബന്ധപ്പെട്ടില്ല. ഗോപി ആശാന്റെ മകന്റെ പോസ്റ്റ് വായിച്ചിട്ടില്ല. മുൻപ് പലതവണ ഗോപി ആശാനെ കണ്ടിട്ടുണ്ട്. മുൻപ് അദ്ദേഹത്തിന് മുൻപും നേരിയതും നൽകി വണങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഗോപിയാശാന്റെ ഡോക്യുമെന്ററി ഞാനാണ് പ്രകാശനം ചെയ്തത്. മകന്റെ പ്രതികരണം ഗോപിയാശാന്റെ മനസ്സാണോ എന്നത് അറിയില്ല. പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല, പ്രമുഖരായ വ്യക്തികളുമുണ്ട്. ഇവരെല്ലാം എല്ലാ സ്ഥാനാർത്ഥികളും കാണുന്നതാണ്. താൻ ഒരു ഗുരുത്വത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ വ്യക്തികളെ കണ്ട അനുഗ്രഹം തേടുന്നത്. ഗുരുനാഥ തുല്യരായവരെയാണ് കാണുന്നത്. അത്തരത്തിൽ ഗോപിയാശൻ ഗുരു തുല്യനാണ്. ഗുരുവെന്ന നിലയിൽ അദ്ദേഹത്തെ വണങ്ങാൻ ഇനിയും ആഗ്രഹമുണ്ട്. പാർട്ടി ജില്ലാ അധ്യക്ഷനോട് ഈ ആവശ്യം പറയും. ഗോപിയാശാനെ നേരിട്ട് കണ്ട അനുഗ്രഹം തേടാനായില്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ നടയിൽ വെറ്റിലയും അടക്കി മുണ്ടും നേരിയത് സമർപ്പിച്ച് ഗോപി ആശാന്റെ മനസ്സുകൊണ്ട് പൂജ അർപ്പിച്ച് അനുഗ്രഹം തേടും. ഗോപി ആശാന് പ്രയാസമുണ്ടെങ്കിൽ മാനസ പൂജ ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇത്തരത്തിൽ കാണാൻ കഴിയാത്തവർക്കായി മനസ്സുകൊണ്ട് പൂജ അർപ്പിക്കാറുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് ചർച്ചിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം.